ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. സംസ്ഥാനത്ത് മഴ ശക്തം. കനത്ത മഴയ്ക്കിടെ സംസ്ഥാനത്തെമ്പാടും വ്യാപക നാശനഷ്ടങ്ങൾ. 2 പേർ മരിച്ചു, ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പലയിടത്തായി നിരവധി പേർക്ക് പരിക്കേറ്റു. മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ പൊട്ടി വീണും കെട്ടിടങ്ങൾക്ക്, വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം. വാർത്തകൾ വിശദമായി. ഇടുക്കി കുമളിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസ്സിനും മുകളിലേക്കും മരം ഒടിഞ്ഞു വീണ് ലോറിക്കുണ്ടായിരുന്ന കോട്ടയം സ്വദേശിയായ യുവാവ് മരിച്ചു. കാസർഗോഡ് മധുവാഹിനി പുഴയിൽ തുണി അലക്കുന്നതിനിടെ വീട്ടമ്മ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. മല്ലം ക്ഷേത്രത്തിന് സമീപത്തെ ഗോപിക ആണ് മരിച്ചത്. എറണാകുളം കുമ്പളത്തെ വേട്ടനാട് കായൽ മീൻപിടുത്തത്തിനിടെ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. പറവൂർ കിടാമംഗലം രാധാകൃഷ്ണനെയാണ് കാണാതായത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, കിൻഡർ ഗാർഡൻ, മദ്രസ, സ്വകാര്യ ട്യൂഷൻ സെന്റർ, CBSE ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂളുകളിലെ വെക്കേഷൻ ക്ലാസുകൾക്കും ഇന്ന് അവധിയായിരിക്കും. തിരുവനന്തപുരം കടക്കാവൂർ റെയിൽവേ ഗേറ്റിന് സമീപം ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം വീശിയ ശക്തമായ കാറ്റിലാണ് മരം ട്രാക്കിലേക്ക് വീണത്. വീഴ്ചയിൽ ഇലക്ട്രിക് ലൈനുകളും പൊട്ടിയിട്ടുണ്ട്. മുരുക്കുംപുഴയിലും കഴക്കൂട്ടുന്ന റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം റെയിൽവേ ട്രാക്കിലെ തടസ്സം നീക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. MG റോഡിലെ വെള്ളക്കെട്ട് ഭീഷണി പൂർണ്ണമായും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി MG റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് കോടതി ചോദിച്ചു. ഹൈക്കോടതിക്ക് സമീപവും വെള്ളക്കെട്ടുണ്ടായി എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. MG റോഡിലെ അറ്റകുറ്റപ്പണി ജൂൺ 30-നകം പൂർത്തീകരിക്കണമെന്ന് PWDയോട് കോടതി അറിയിച്ചു. MG റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഇടങ്ങളിൽ 10 ദിവസത്തിനകം പൊളിഞ്ഞു കിടക്കുന്ന ടൈൽസ് നേരെ ആക്കുമെന്ന് കൊച്ചിൻ സ്മാർട്ട് സിറ്റി മിഷൻ കോടതിയെ അറിയിച്ചു. നിയമം ലംഘിച്ച് റോഡിൽ ഫ്ലക്സുകൾ വയ്ക്കുന്നതിനെ വിമർശിച്ച് ഹൈക്കോടതി ഉന്നത വ്യക്തികളുടെ ചിത്രങ്ങളുള്ള അനധികൃത ഫ്ലക്സുകളാണ് കൂടുതലെന്നും ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 4000-ഓളം ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. ഫ്ലക്സ് ബോർഡുകളുള്ള പ്രശസ്തി കൂട്ടുതെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നും ഫ്ലക്സിൽ തന്റെ മുഖം വേണ്ട എന്ന് നേതാക്കൾ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി നേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പാണെന്ന് BJP. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളും സംസ്ഥാനത്ത് നടപ്പാക്കുന്നില്ല. CAG റിപ്പോർട്ടിൽ തന്നെ ഇത് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം വീഴ്ച മറച്ചുവെച്ച് കേന്ദ്രത്തെ പതുപോലെ പഴി പറഞ്ഞ് തടിതപ്പാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിച്ചേക്കും. പാർട്ടിയെ UDF ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചെങ്കിൽ PV അൻവർ മത്സരിക്കുമെന്ന് ഇന്നലെ ചേർന്ന തൃണമൂൽ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. അതേസമയം ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ചർച്ചയ്ക്ക് ശേഷമേ ഇതിൽ തീരുമാനമെടുക്കുകയുള്ളൂ. PV അൻവറും തൃണമൂൽ നേതാക്കളും യോഗത്തിനു ശേഷം പ്രതികരിച്ചു. അതേസമയം ഘടകകക്ഷിയാക്കുമെന്ന് UDF പ്രഖ്യാപിച്ചാൽ ആര്യൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി അൻവർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുമെന്നും സെക്രട്ടറി യോഗത്തിനു ശേഷം തൃണമൂൽ നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അൻവർ UDFനെയും കൊണ്ടുപോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ. എന്തിനാണ് അൻവർ നാണം കെട്ട നടപടിക്ക് പോകുമെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്കിടയിൽ MV ജയരാജൻ പ്രതികരിച്ചു. താനും KC വേണുഗോപാലുമായുള്ള ചർച്ച വേണ്ടെന്ന് വെച്ചത് പ്രതിപക്ഷ നേതാവ് UDF ചെയർമാനുമായ VD സതീശൻ രാജ്യഭീഷണിൽ മുഴക്കിയതുകൊണ്ടാണെന്ന് PV അൻവർ. UDF ചെയർമാന് ഗൂഢലക്ഷ്യമുണ്ടെന്നും പിണറായി സത്തെ തകർക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഒതുക്കാനാണ് UDF ചെയർമാൻ ശ്രമിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. ഇനി തന്റെ പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളാണ്. അൻവറിനെ ഒതുക്കേണ്ട നിലയിലേക്ക് VD സതീശൻ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നുവെന്നും അത് തന്നെ കൊല്ലാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ആ ചതിക്കുകളിൽ വീഴാൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തിനെ കുറിച്ച് നടത്തിയ പരാമർശം പിൻവലിക്കണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ മാറ്റമില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. PV അൻവർ കറുവേപ്പിലയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ വിശ്വസത തകർന്നുവെന്നും മുഖ്യമന്ത്രി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടെ വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് തേടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. അത് വസ്തുത പരിശോധിക്കാതെയുള്ള വിമർശനമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. PV അൻവറിന് UDFിൽ ചേരാൻ ഉപാധികൾ വെച്ച് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ അൻവർ ആര്യൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണമെന്നും സ്ഥാനാർത്ഥിക്കും UDF ചെയർമാനുമെതിരെ അൻവർ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിൻവലിക്കണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുതിർന്ന CPM നേതാക്കളെ പ്രതിയാക്കി ED കുറ്റപത്രത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ED വിശ്വാസ്യത കുറഞ്ഞ ഏജൻസിയായി മാറിയെന്നും നിയമവിധേയമല്ലാത്ത നടപടിയിലേക്ക് കടക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അങ്കണവാടി പ്രീ സ്കൂൾ കുട്ടികളുടെ വികാസ മേഖലകളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു. കുട്ടികളുടെ വികാസ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെൻഡർ ന്യൂട്രൽ ആയ കാർഡാണ് പുതുതായി തയ്യാറെടുത്തിരിക്കുന്നത്. സംസ്ഥാനം കോവിഡ് ജാഗ്രതയില്ലെന്നും എന്നാൽ ആശങ്ക വേണ്ട സാഹചര്യം നിലവിലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ 727 ആക്റ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കേസുകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതീവ ജാഗ്രത പുലർത്തണം. അപകട ഭീഷണി മേഖലയുള്ളവർ മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പല നദികളും ജലനിരപ്പ് ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് 59 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നും 1296 പേരെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊല്ലം ശക്തികുളങ്ങൾ തീരത്തടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്തതിനിടെ തീപിടുത്തം. കണ്ടെയ്നർ മുറിക്കുന്നതിനിടെ സ്പോഞ്ച് അടങ്ങിയ ഫോമിൽ തീപിടിയായിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം. MC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടെയ്നറിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ച സാധ്യതയും പരിസ്ഥിതിക ഭീഷണിയും ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൊച്ചി തീരത്ത് ഉണ്ടായ കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ നടത്തുമെന്ന് അറിയിച്ചു. കപ്പലിൽ നിന്ന് ഇന്ധനം പുറത്തെടുക്കും വരെ മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് മത്സ്യബന്ധനം നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി 1000 രൂപയും 6 കിലോ അരിയും സൗജന്യ റേഷൻ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2025-26 അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ജൂൺ 18 ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. +1 പ്രവേശനത്തിനായി ഓൺലൈനായി ആകെ ലഭിച്ച 4,62,768 അപേക്ഷകൾ ഓപ്ഷനിൽ പരിഗണിച്ചിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. തിരുത്തലുകൾക്കും ആവശ്യമെങ്കിൽ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനുള്ള അവസരവും അപേക്ഷകർക്ക് നൽകിയിട്ടുമുണ്ട്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2 ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായിരിക്കും. രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് PR ശാമൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മലപ്പുറം കുരിയാട് നിർമ്മാണത്തിന് ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചതാണെന്നും അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ അപകടത്തോടുകൂടി ദേശീയപാത ആകെ പോയി എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയപാത 66 മലപ്പുറം കുരിയാട് ഭാഗത്ത് റോഡ് തകർന്നൽ നടപടിയുമായി കേന്ദ്രം. ദേശീയപാത അതോറിറ്റി സൈറ്റ് എഞ്ചിനീയറെ പുറത്താക്കിയ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി NHAI പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു. കരാറുകാരൻ സ്വന്തം ചെലവിൽ പോലും മേൽപ്പാലം നിർമ്മിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. മാനേജരെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കെ DGPക്ക് പരാതി നൽകി നടൻ ഉണ്ണി മുകുന്ദൻ. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കുമെന്നാണ് പരാതിയിലെ ആവശ്യം. നീതി തേടി DGPക്കും ADGPക്കും പരാതി നൽകിയതായും സത്യം പുറത്തു വരണമെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.